ഹലോ ഗൈസ്, വെൽക്കം ടു വാക്ക് വിത്ത് വിൻ യൂട്യൂബ് ചാനൽ. അപ്പോൾ തിരുവനന്തപുരത്ത് വന്നപ്പോൾ തൊട്ട് കാണുന്നതാണ് KSRTCയുടെ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ നഗര കാഴ്ചകൾ എന്ന് പറയുന്ന ബസ്. തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നതിന് മുൻപ് തന്നെ എന്തായാലും ഈ ബസ്സിലൊന്ന് കയറണം, സിറ്റി ഫുള്ള് കാണണം. അതും ഇത്രയും ഹൈറ്റിലിരുന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി വേറെ തന്നെയായിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഒരു പ്രാവശ്യം ഈസ്റ്റ് ഫോർട്ട് ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ അവിടുത്തെ സാർമാരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് ബുക്ക് ചെയ്യുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ സാർമാർ പറഞ്ഞത് ഓൺലൈൻ ബുക്കിംഗ് ആണെന്നാണ്. അങ്ങനെ ഞങ്ങൾ ഓൺലൈൻ ബുക്കിങ്ങിൽ കയറി നോക്കിയപ്പോൾ അപ്പർ സീറ്റർ എല്ലാത്തിനും 200 രൂപയും ലോവർ സീറ്ററിന് 100 രൂപയായിരുന്നു അതിൻ്റെ ഒരു ചാർജ് എന്ന് പറയണത്. പിന്നെ എക്സ്ട്രാ ഒരു എന്തോ ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഫീസ് അങ്ങനെ എന്തോ ഉണ്ട്. ഞങ്ങൾ 4 പേരും അതുപോലെ ഉണ്ണിയാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് 4 പേർക്ക് 800 രൂപയാണ് ഉണ്ടായിരുന്നത്. അഡീഷണൽ എന്തോ ഒരു ഫീസ് 10 രൂപ, അങ്ങനെ 4 പേർക്ക് കൂടി 810 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ 3 മണിക്കാണ് ബസ്സിൽ കയറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 4:45 വരെയാണ് അതിൻ്റെ ടൈം. അതും ആ ഒരു ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അവർ കാണിക്കുന്നുണ്ട്. അതിൽ ടൈം കാണിക്കുന്നുണ്ടായിരുന്നത് 3 മണി തൊട്ട് രാത്രി 10 മണി വരെയാണ് ഇതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത്. ഞങ്ങൾ 10 മണിയുടെ ട്രിപ്പാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ട്രിപ്പായിരുന്നു. 10 മണിക്ക് നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 11:45 വരെയാണ് അതിൽ നമുക്കിരുന്ന് സഞ്ചരിക്കാൻ പറ്റിയ ടൈം എന്ന് പറയുന്നത്. അതിനുള്ളിൽ തിരിച്ച് ഈസ്റ്റ് ഫോർട്ടിൽ തന്നെ നമ്മൾ തിരിച്ചു കൊണ്ടാക്കും. അപ്പോൾ ഞങ്ങൾ ഫുൾ അവിടെ വെയിറ്റിംഗ് ആയിരുന്നു. അവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് ഒരു കുഞ്ഞൊരു സെറ്റപ്പ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ സിറ്റി റൈഡിന് പോകാൻ വേണ്ടിയിട്ടായിട്ട്. ക്രിസ്മസ് ടൈം ആയിരുന്ന കാരണം കൊണ്ട് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആ ക്രിസ്മസിൻ്റെ ആശംസകളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് സിറ്റി റൈഡ് സ്വിഫ്റ്റ് ബസ് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഞങ്ങൾ ഈ ബസ്, അതായത് നേരത്തെ പോയിരുന്ന ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ആ ബസ്സൊക്കെ വന്നു. ഇനിയിപ്പോൾ അവരൊക്കെ ഇറങ്ങിയതിന് ശേഷം വേണം ഞങ്ങൾക്ക് തിരിച്ച് അതിൽ കയറി നഗരക്കാഴ്ചകൾ മുഴുവൻ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഊബർ പിടിച്ച് ഇവിടെ എത്തുമ്പോഴേക്കും സേർക്കുട്ടി നൈസായിട്ടൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്നൊന്ന് ഓണായി ചാർജായി വരാനായിട്ട് കുറച്ചധികം സമയമെടുത്തു. പക്ഷേ ബസ് വരുമ്പോഴേക്കും ഓൾ സെറ്റ്. പിന്നെ അതിൽ കയറി നഗരം ഫുള്ള് കാണാനുള്ള വെയിറ്റിംഗ് ആയിരുന്നു അവിടെ നിൽക്കുന്ന എല്ലാവരും പറയുന്നത്. ഇതിൽ പ്രത്യേകം നോട്ട് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലിരിക്കുന്ന ടീം ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടീം അത്രയും എനർജറ്റിക് ആൻഡ് വൈബ്രൻ്റ് ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ആ റൈഡിന് അടിപൊളി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ആ റൈഡ് അത്രയും ബ്യൂട്ടിഫുൾ ആവാൻ കാരണം തന്നെ അതായിരുന്നു. കാരണം എല്ലാവരും ഒന്നിനൊന്നും മികച്ചതായിരുന്നു. കാരണം എല്ലാവരും ഇങ്ങനെ മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, സിനിമയ്ക്ക് പോയിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ കൈയടിക്കണം, വിസിലടിക്കണം അങ്ങനെ ഒരു സെറ്റപ്പിൽ ഇരിക്കുന്നതും എല്ലാവരും ഇങ്ങനെ ശോകമുഖമായിട്ട് ഒരു ഫാമിലി ആയിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇത് കാണുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഇത് അതുപോലത്തെ ഒരു ട്രിപ്പായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും പിന്നെ വയസ്സായിട്ട് ഇത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവരടക്കം അടിപൊളിയായിരുന്നു. അത്രയും എനർജറ്റിക് ആയിട്ട് ജിൽ നിൽക്കുന്ന ആൾക്കാരായിരുന്നു ഫുൾ ആ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കട്ട ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പരിചയപ്പെടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു ഗൈഡ് പോലത്തെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആൾ മൈക്ക് കൊണ്ടുവന്നു. അങ്ങനെ നഗരക്കാഴ്ചകൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും ഓരോന്ന് എന്താണെന്ന് വിശേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ആ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു. ആദ്യം ഒന്ന് പരിചയപ്പെടലും കാര്യങ്ങളിലൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇരുചാലക്കുടക്കാർ പരിചയപ്പെട്ടു കേട്ടോ. ആദ്യം ഞങ്ങൾക്ക് ശരിക്കും ത്രില്ലായി. തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ടീമുണ്ടായിരുന്നു, ഞങ്ങളും തൃശ്ശൂർക്കാർ. ആ ഗൈഡ് നഗരക്കാഴ്ചകളിലേക്ക് സ്വാഗതം പറഞ്ഞതിന് ശേഷം ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് കാണിച്ചത് സെക്രട്ടേറിയറ്റ് ആയിരുന്നു. അതിനുശേഷം പിന്നെ കണ്ടത് കേരള യൂണിവേഴ്സിറ്റി കോളേജായിരുന്നു. പിന്നെ വന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ശ്രീ വിനായക ക്ഷേത്രം, അതിനുശേഷം പാളയം ജുമാ മസ്ജിദ്, അതിൻ്റെ തൊട്ട് പിന്നിലായി പാളയം പള്ളി. ഇങ്ങനെ 3 മതസ്ഥരുടെയും ഒന്നിച്ച് വരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ പാളയം എന്ന് പറയുന്ന ഒരു പ്ലേസ്. അത് ആ ചേട്ടൻ എടുത്തു പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഇതിൻ്റെ ആകാശ കാഴ്ചയിൽ ഇതൊരു കുരിശാകൃതിയിലാണ് ക്ഷേത്രവും പള്ളിയും ജുമാ മസ്ജിദും നിൽക്കുന്നതെന്നും കൂടി ആ ചേട്ടൻ കൂട്ടിച്ചേർത്തു. പിന്നെ ഇപ്പോൾ ഈ കാണുന്ന സ്റ്റേഡിയം എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഡിയം ആണ്. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് കടന്നു പോയ ബ്രിഡ്ജ് കണ്ടോ, EMS ബ്രിഡ്ജ് റോഡാണ്. ഫുൾ ലൈറ്റ് ഇട്ടിട്ടാണ് ആ ബ്രിഡ്ജ് ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മളിത് കാണുന്നത് കേരള നിയമസഭാ മന്ദിരം ലെജിസ്ലേറ്റീവ് അസംബ്ലി. ആദ്യകാലത്ത് സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിലായിരുന്നു. പുതിയ ബിൽഡിംഗ് വന്നപ്പോൾ ഇങ്ങോട്ട് മാറ്റിയതാണ്. അതിനോടടുത്ത് തന്നെയായിട്ട് KTDCയുടെ മസ്കറ്റ് ഹോട്ടലാണ്. ഇവിടെ എല്ലാം അങ്ങനെ അടുത്തടുത്ത് തന്നെയാണ്. അത്രയധികം കാര്യങ്ങളാണ് ഇവിടെ കാണാനുള്ളത്. ഇപ്പം നമ്മൾ കണ്ടത് വുമൻസ് കോളേജാണ്. അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു CSC ചർച്ച് ഉണ്ട്. നിർമ്മാണ രീതി കൊണ്ട് പ്രസിദ്ധി ആർജിച്ച ചർച്ച് എന്നാണ് പറഞ്ഞത്.
പാളയത്താണ് ഈ ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫുൾ പാറക്കഷ്ണങ്ങൾ കൊണ്ടാണ് ഈ ചർച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതെന്നാണ്. അതിപുരാതനമായ ഒരു ചർച്ച് കൂടിയാണ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസാണ്. തിരുവനന്തപുരം നഗരസഭ കാര്യാലയം, മേയറുടെ ഓഫീസാണ്. അടുത്തതായി കടന്നു വരുന്നത് സൂയിലേക്കും മ്യൂസിയത്തിലേക്കും പോകാനുള്ള പ്രവേശന കവാടമാണ്. ഇവിടുത്തെ മ്യൂസിയം ലാപ്പിയർ മ്യൂസിയം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. ലാസ്റ്റ് വ്ളോഗിൽ ഞാൻ ഇവിടെ പോയതിൻ്റെ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കനകക്കുന്ന് കൊട്ടാരവും അതിൻ്റെ ഫുള്ള് വഴികളിൽ പോകുമ്പോൾ ഇട്ടിട്ടുള്ള ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അലങ്കരിച്ചതാണ്. അതിൻ്റെ ഒരു ലെങ്തി വീഡിയോ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണണം. കനകക്കുന്ന് കൊട്ടാരവും അതിൻ്റെ വഴികളിലുള്ള ലൈറ്റും കാര്യങ്ങളെല്ലാം പോയി കണ്ടു എന്ന് വെച്ചാലും ഈ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിരുന്നു. ശരിക്കും ഈ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ ഏറ്റവും ഹൈറ്റിൽ നിന്ന് കാണുമ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഓൾറെഡി റോട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ഈ റോട്ടിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് കാണാൻ അത്രയും രസമാണ്. പോരാത്തതിന് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് പോയിട്ട് ലൈറ്റ് പിടിക്കാൻ പോലും പറ്റുന്ന അത്രയും ഹൈറ്റിൽ പോകുമ്പോൾ അതിൻ്റെ ഒരു രസം വളരെ അധികമായിരുന്നു. കാരണം നമ്മൾ ഇത്രയും ഹൈറ്റിൽ ഒരിക്കലും സഞ്ചരിക്കില്ല. ഇപ്പം കാണുന്ന ഫുള്ള് സ്ട്രീറ്റ് ലൈറ്റ് പോലെ ഇട്ടിട്ടുള്ള ഒരു ലൈറ്റൊക്കെ കൂടിയിട്ടുള്ള ആ റോഡ് കണ്ടോ, ഇത് മാനവീയം വീതിയാണ്. നൈറ്റ് ലൈഫ്, പാട്ടും ഡാൻസും ഒക്കെ അരങ്ങേറുന്ന ഒരു പ്ലേസാണ്. ഇപ്പം കാണുന്ന പടുകൂറ്റൻ ബിൽഡിങ് കണ്ടോ, ഇത് അംബാനിയുടെ വീടിനോട് സാമ്യമാക്കി പണിതിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇപ്പോഴേ നമ്മൾ കാണുന്നത് കേരള രാജ്ഭവൻ്റെ ഒരു ഏരിയ ആണ്. അവരുടെ ഒരു കോർട്ട്യാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് വന്നത് ട്രിവാൻഡ്രത്തെ ടെന്നീസ് ക്ലബ്ബാണ്. ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ടെന്നീസ് കളിക്കുന്ന ഒരു പ്ലേസാണ്. അങ്ങനത്തെ ടൈപ്പ് ലൈറ്റൊക്കെ ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു. ഇപ്പം ദേ നമ്മളീ പോണത് കവടിയാർ കൊട്ടാരത്തിലേക്കുള്ള ആ വഴിയാണ് കേട്ടോ. ഇപ്പോഴും അവിടെ താമസം ഉണ്ടെന്നാണ് പറഞ്ഞത്. 150-ലേറെ മുറികളുള്ള ഒരു കൊട്ടാരമാണ് കവടിയാർ കൊട്ടാരം. ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനം ഇല്ല, കാരണം അവിടെ ഇപ്പോഴും താമസമുള്ള കാരണം കൊണ്ട്. സോ അവിടെ വരെത്തിയിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. എന്തായാലും ഇപ്പോഴും രാജഭരണവും കാര്യങ്ങളും ഒരു കൊട്ടാരവും അവിടെ ഇപ്പോഴും താമസിക്കുന്ന ആൾക്കാരുണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്ത് രസമായിരിക്കില്ലേ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഉള്ളിൽ കയറി കാണാൻ പറ്റുകയെന്ന് ഞങ്ങളെല്ലാവരും ബസ്സിലിരിക്കുന്നവർ പറഞ്ഞു. എങ്ങനെ ഇരിക്കും, ജസ്റ്റ് ആ ഒരു റൂട്ട് ഒന്ന് ഉള്ളിൽ കയറി അപ്പുറത്തോടെ വന്നാലും മതി, എന്നാലൊന്ന് കൊട്ടാരം കാണാലോ എന്നെല്ലാവരും പറഞ്ഞു കേട്ടോ. ഇവിടെ വരെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഫുള്ള് റിവൈൻഡ് അടിക്കലാണ്. കാരണം വീണ്ടും നമ്മൾ വന്ന സ്ഥലത്ത് കൂടെ നമ്മൾ തിരിച്ചു പോവാണ് വേറൊരു സ്ഥലത്ത് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരെണ്ണം വന്നത് ഇതാണ് ഫൈൻ ആർട്സ് കോളേജ്. തിരുവനന്തപുരത്തെ ഒരു വലിയ കോളേജ് തന്നെയാണ് കേട്ടോ. കാണാൻ അത്രയും വലുതായിരുന്നു. നല്ലൊരു പണ്ടത്തെ ഒരു ടൈപ്പ് അടിപൊളി കോളേജ്. അവിടെയൊക്കെ പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈസായിരിക്കും. അത് കഴിഞ്ഞത് പാളയം പള്ളി, അത് കഴിഞ്ഞ് ജുമാ മസ്ജിദ്, പിന്നെ നമ്മളുടെ ആ വിനായക ക്ഷേത്രം ഫുള്ള് പിന്നിലോട്ട് ഞങ്ങളെ വീണ്ടും കണ്ടത് ഒരു വട്ടം കൂടി കാണാൻ പറ്റിയോണ്ട് ഒരു ഓർമ്മതക്കിലായിരുന്നു മാത്രം. കാര്യങ്ങളൊക്കെ ഒരുവിധം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുഞ്ഞ് പാട്ട് പരിപാടികളൊക്കെ ആ ചേട്ടൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന് ഇതിൽ ആരെ പാട്ട് പാടുന്നവർ, അപ്പോൾ നമ്മൾ പാട്ട് പാടുന്നവർക്ക് മൈക്ക് കൊടുക്കും. അങ്ങനെ ഒരു സൈഡിൽ പോകാലോ പോകാലോ മഞ്ഞക്കാട്ടിൽ പോകാലോ. നിങ്ങൾ ചോദിക്കേണ്ടത് മഞ്ഞക്കാട്ടിൽ പോയാലോ. ഓക്കെ, പോകാലോ പോകാലോ മഞ്ഞക്കാട്ടിൽ പോകാലോ. മഞ്ഞക്കിളിയെ പിടിക്കാലോ, ചട്ടിയിലിട്ട് വറുക്കാലോ, കല്ലും കൂട്ടി തട്ടാലോ, കല്ലും കൂട്ടി തട്ടാലോ, കെട്ടിയ പെണ്ണിനെ തട്ടാലോ. ആ പാട്ട് പാടിയ ചേട്ടനൊക്കെ നൈസ് വൈബായിരുന്നു. അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്. അടിപൊളി ഒരു ടീമിനെയാണ് ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഈ ബസ്സിൽ പോയപ്പോൾ കിട്ടിയത്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ടൈമിന് ആ ബസ്സിൽ കയറുമ്പോൾ ഇങ്ങനത്തെ ഒരു വൈബുള്ള ആൾക്കാരെ കിട്ടുമെന്ന് അറിയില്ല. കാരണം ഇപ്രാവശ്യം ഞങ്ങൾ പൊളിച്ചടക്കി. ഇപ്പോൾ വരുന്നത് തിരുവനന്തപുരം എയർപോർട്ടാണ്. എയർപോർട്ടിൽ ഒരു പ്ലെയിൻ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും പ്ലെയിൻ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചിരിപ്പായിരുന്നു. ഈ വഴികൂടെ ഈ സമയത്ത് ഇപ്പോൾ പോയപ്പോൾ ഫ്ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ലാൻഡിങ്ങും അതുപോലെ തന്നെ ഇങ്ങനെ പറന്നുയരണതും ഒക്കെ കാണാൻ പറ്റും ചിലപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ
ഇപ്പോൾ പോയപ്പോൾ ഉണ്ടായിരുന്നില്ല, തിരിച്ചു വരുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് അതിലത്തെ ചേട്ടൻ പറഞ്ഞത്. അങ്ങനെ കിട്ടാറുണ്ടെന്ന് പറഞ്ഞു. ഇത് ശംഖുമുഖത്തേക്കുള്ള ആ ഒരു വഴിയാണ്. അത് ഇപ്പുറത്തെ വശത്തെ കൂടെയാണ് ശംഖുമുഖത്തേക്ക് പോവുക. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് പിന്നെ ഞങ്ങൾ ഫുൾ ആകാശത്തേക്ക് നോക്കിയായിരുന്നു കേട്ടോ, ഏതെങ്കിലും ഫ്ലൈറ്റ് ഇങ്ങനെ ലാൻഡ് ചെയ്യാൻ നിൽക്കുന്നുണ്ടോ നോക്കിയിട്ട്. പക്ഷേ ലാൻഡ് ചെയ്യാനല്ല നിൽക്കുന്നുണ്ടായിരുന്നേ. ടേക്ക് ഓഫിനായിട്ട് ഫ്ലൈറ്റ് ഇങ്ങനെ ആ വഴികോടെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എന്തായാലും അത്രയും ബ്ലെസ്ഡ് ആണെന്ന് തോന്നി. കാരണം ടേക്ക് ഓഫ് ചെയ്യണത് ശരിക്കും കാണാൻ പറ്റി. കാരണം അത്ര അടുത്ത് നിന്ന് കാണില്ലേ, എൻ്റെ പൊന്നെ എന്ത് രസമാണ് കാണാൻ. എൻ്റെ ഓൾറെഡി എനിക്ക് പ്ലെയിൻ ഹെലികോപ്റ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഫീലാണ്. ഇതും കൂടി കണ്ടോടുകൂടി ഞങ്ങൾക്ക് ഫുൾ ഹാപ്പി. കുട്ടിക്ക് എന്ത് രസമായിരുന്നു. ആ ബസ്സിലുള്ള എല്ലാവരും കുഞ്ഞു പിള്ളേരായിരുന്നു വേണം പറയാനായിട്ട്. കാരണം എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ മൈക്കെടുത്തപ്പോൾ ചെറുകുട്ടി ഇവിടെ ഇരുന്നിട്ട് മൈക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയാണ്. പക്ഷെ എനിക്ക് അങ്ങനെ മൈക്ക് എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുടെ വായെന്ന് സൗണ്ട് വരില്ല. അതുകൊണ്ട് എനിക്ക് ടെൻഷനായിരുന്നു ഇവിടെ പാടുമില്ലേ എന്നൊക്കെ. കുറച്ചധികം ട്രൈ ഒക്കെ ചെയ്തു. എന്നാലും പിന്നെ പതിഞ്ഞ സൗണ്ടിൽ ആളങ്ങോട്ട് പാടി ഒപ്പിച്ചു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും, ഒരു അരമണിക്കൂർ ആയപ്പോഴേക്കും സേർക്കുട്ടി ബസ്സിൽ എല്ലാവരായിട്ടും കമ്പനി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാട്ടിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് ലുലു മാൾ കയറി വന്നത്. ലുലു മാളിൽ ഓൾറെഡി എനിക്ക് കയറി കാരണം കൊണ്ട് അത് പിന്നെ കാണാൻ എന്നുള്ള വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഒരു ലോങ് വ്യൂ, മുകളിൽ നിന്നുള്ളൊരു ഹൈ വ്യൂ കാണാൻ പറ്റി. പിന്നെ എല്ലാവരും കാണലും പരിപാടികളൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു മൂഡിലായിരുന്നു. പിന്നെ സേർക്കുട്ടിക്ക് പറ്റിയ ടൈപ്പ് ഒരു കുഞ്ഞ് ചേച്ചിയും കൂടിയും കിട്ടി ഡാൻസ് കളിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ആളുടെ ഒപ്പമായിരുന്നു ഫുള്ള് കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആൾക്കാണെങ്കിലും ഭയങ്കര ഹാപ്പി ഒരു കുഞ്ഞു പെണ്ണിനെ കിട്ടിയപ്പോൾ കളിക്കാനായിട്ട്. അപ്പോൾ അവളും നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പക്ഷേ ടെൻഷനായിരുന്നു, ഈ ബസ് ഇങ്ങനെ പോയോണ്ടിരിക്കല്ലേ, ഇവിടെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വീഴാനും പോകുന്നുണ്ട്. ഞാനും ഡിവോൺ ചേട്ടനും എല്ലാവരും കൂടി പിന്നെ ഫുൾ കളികളായിരുന്നു. കഴിയാറായിട്ടുണ്ടായിരുന്നു. കഴിയാറായ പിന്നെ നമുക്കൊരു പ്രത്യേക എനർജിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുൾ മോഡ് ഓണായിരുന്നു, പവറായിരുന്നു എല്ലാവരും. പിന്നെ സേർക്കുട്ടിക്കും അതിലുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ട് വെക്കൽ, ബഹളം, ഡാൻസ്, ഓട്ടം, ചാട്ടം, ബഹളം ഇങ്ങനെയായിരുന്നു. ഉണ്ണികളുടെ ഡാൻസ് കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ ചിരി വന്നു. പിന്നെ ആ പാട്ട് പാടുന്ന ചേട്ടനും അടിപൊളിയായിട്ട് തകർക്കുന്നുണ്ടായിരുന്നു. ഞാനും ഡിവോൺ ചേട്ടനും പിന്നെ സൈഡിൽ നിന്ന് തകർക്കലായിരുന്നു. കറക്റ്റ് 11:45 തന്നെ യാത്ര അവസാനിച്ചു. തിരിച്ച് ഈസ്റ്റ് ഫോർട്ടിൽ തന്നെ തിരിച്ചെത്തി. പക്ഷേ സേർക്കുട്ടിക്ക് ബസ് വിട്ട് പോരാൻ തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. കൂടെയുള്ള ചേച്ചി പോയപ്പോൾ ഒരു വിഷമമായി. എന്നുവെച്ചാൽ പോലും തിരിച്ച് ഞാൻ ബസ്സിൽ കയറാൻ പോവാന്ന് പറഞ്ഞിട്ട് അവിടെ നിൽപ്പായിരുന്നു. പിന്നെ അതിലുള്ള ഗൈഡ് എന്ന് പറഞ്ഞ ചേട്ടനില്ലേ, അതാണ് ടൈ ചേട്ടൻ. ഇറങ്ങിയിട്ട് പോവാന്ന് പറഞ്ഞപ്പോഴും പിന്നെയും അവിടെ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കായിരുന്നു സേർക്കുട്ടി. പിന്നെ ആ ഗൈഡ് എന്ന് പറഞ്ഞ ചേട്ടന് ഷേക്കിൻ്റെ കൊടുക്കലേ, ഹൈഫൈ കൊടുക്കലേ, അങ്ങനെയൊക്കെയായി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അതിലത്തെ ഡ്രൈവർ ചേട്ടൻ ഇറങ്ങി വന്ന് സേർക്കുട്ടിക്ക് എടുത്തു. എന്നാൽ നമുക്ക് പോവാം, ഒരു ട്രിപ്പും കൂടി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ടാറ്റു കൊടുക്കാൻ പറഞ്ഞപ്പോൾ സേർക്കുട്ടി അയ്യോ ഇല്ല അമ്മ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നു. അപ്പോൾ ഇതാണ് ഡബിൾ ഡെക്കർ ബസ്സിലത്തെ ഒരു അടിപൊളി യാത്ര. ട്രിവാൻഡ്രം വിസിറ്റ് ചെയ്യണ ആരും ഈ ട്രിപ്പ് മിസ് ചെയ്യരുത്, അത്രയും അടിപൊളിയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.